ഇന്ന് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി നോക്കാം. അതിനായിട്ട് 1/4 കപ്പ് ചവ്വരി ഒരു സോസ് പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കടായി ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ കിസ്മിസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ വഴറ്റി മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ചവരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. അത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്താൽ നമുക്കത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി പഴം വാട്ടിയിട്ടുള്ള അതേ കടായിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കാരമൽ ആയാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പാല് ചേർത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചവ്വരി ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ചവ്വരി ചേർത്താൽ പിന്നെ കുറച്ച് സമയം കൂടി നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. പാല് ഒരുപാട് കുറുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. തണുത്ത് വരുമ്പോൾ ഒരു പാകത്തിന് തിക്നെസ് ആയി വരും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ കിസ്മിസ് ചേർക്കാം. ഇനി നമുക്കിത് ചെറിയ ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ പാകത്തിനൊരു തിക്നെസ്സാണ് ഉണ്ടാവുക. അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ.